കട്ടപ്പന നഗരസഭ കേരളോത്സവം ഡിസംബർ 14-15 തീയതികളിൽ നടക്കും. വിവിധങ്ങളായ കലാകായിക മത്സരങ്ങളാണ് കേരളോത്സവത്തിൽ അരങ്ങേറുന്നത്. ഇതിനു മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന കട്ടപ്പന നഗരസഭ കേരളോത്സവത്തിന് മുന്നോടിയായിട്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. വിവിധങ്ങളായ സബ് കമ്മിറ്റികൾ രൂപീകൃതമായി. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ മത്സരങ്ങളും നടക്കും. 11-ാം തീയതി 5 മണി വരെ ഓൺലൈൻ മുഖാന്തരം രജിസ്ട്രേഷൻ നടത്താം. കട്ടപ്പന നഗരസഭയുടെ കേരളോത്സവം 14-15 തീയതികളിൽ നമ്മുടെ കട്ടപ്പന നഗരസഭയിൽ വെച്ച് നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിവിധ കലാപരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിവിധ സ്റ്റേജുകളിലായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെന്റ് ജോർജ് സ്കൂള്, അതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയം, വിവിധ സബ് കമ്മിറ്റികൾ അത്തരത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളും, കാരണം ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൺലൈനാണ്. 11-ാം തീയതി 5 മണി വരെ ഓൺലൈനിൽ കട്ടപ്പന നഗരസഭയിൽ സ്ഥിരം താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും, അതിന് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രായപരിധിയിൽ ഉള്ള ആളുകൾക്ക് മത്സരത്തിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കട്ടപ്പന നഗരസഭയിൽ സ്ഥിര താമസക്കാരായിട്ടുള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. ഓരോ മത്സരങ്ങൾക്കും പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കായിക മത്സരങ്ങൾ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലും, കലാമത്സരങ്ങൾ നഗരസഭ ഓഡിറ്റോറിയത്തിലും നടക്കും. വോളിബോൾ മത്സരം വെള്ളയാങ്കുടിയിൽ സംഘടിപ്പിക്കും. 7-ാം തീയതി ചേരുന്ന സ്വാഗത സംഘ യോഗത്തിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കും. നഗരസഭയിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, സാമൂഹിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.